ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിക്കാനായില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട്. എൻ്റെ മോനും സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഒരു ഇതെടുക്കാമെന്ന് വെച്ചതാണ്. ഇത് എൻ്റെ വീടിന് എൻ്റെ പറമ്പിനോട് ചേർന്ന തോടാണ്. പക്ഷേ ഇവിടെ കുളിക്കാനൊന്നും വരില്ല കേട്ടോ. കുളിക്കാനും നനയ്ക്കാനോ ഒന്നും വരില്ല. നനയ്ക്കുമായിരുന്നു പണ്ട്, ഒരുപാട് വെള്ളം വരും. മഴ പെയ്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളമാവും കേട്ടോ. അപ്പോൾ വന്നിവിടെ തുണിയൊക്കെ അലക്കും. ഒരുപാടുള്ളപ്പോഴൊക്കെ നമുക്ക് വെള്ളം കിണറ്റിൽ കുറയുമ്പോഴൊക്കെ തുണിയൊക്കെ അലക്കാറുണ്ട്. എന്താ പറയുക, ഇപ്പോൾ വരത്തില്ല. ഇപ്പോൾ തോടുകളിലൊക്കെ അധികം ആരും തോട്ടിലൊക്കെ ഇറങ്ങരുതെന്നൊക്കെ പറയില്ലേ, തോട്ടിലെ വെള്ളം കൊള്ളൂല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ വരില്ല. ഇതൊരു വിയറ്റ്നാം എയർലി എന്ന് പറയുന്നൊരു പ്ലാവാട്ടോ. നട്ടിട്ടിപ്പോൾ ഒത്തിരിയൊന്നും ആവുന്നില്ല, ഒരു വർഷമൊന്നും ആവുന്നില്ല. ഇതങ്ങനെ ഒരു കൊണ്ടുവച്ച മാവാണ്. ഇതൊക്കെ റംബൂട്ടാൻ്റെ തൈ. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ഓറഞ്ച് തിന്നിട്ട് അതിൻ്റെ കുരുവിട്ട് ഞാൻ കിളിപ്പിച്ച് അങ്ങനെ കുറേ തൈകൾ ഉണ്ടാക്കി നട്ടിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ കിട്ടുന്ന കുരുവൊക്കെ എൻ്റെ കിളിക്ക് പരീക്ഷിച്ച് നോക്കുന്നതാണ്. നമുക്ക് നോക്കാം വലിയ മരം ആകുമോ, ഇതിൽ നിന്ന് നമുക്ക് കായ് കിട്ടുമോ എന്ന് നോക്കാം. നമ്മൾ വാങ്ങിച്ച് കഴിക്കലല്ലേ ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഇതൊരു പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതാണെങ്കിൽ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. അന്നൊക്കെ ഇത് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ആർക്കും അത് ഇഷ്ടമില്ല. ആദ്യമൊക്കെ നമ്മൾ നല്ലപോലെ കഴിച്ചത് കപ്പലണ്ടി തിന്നുന്നൊരു ടേസ്റ്റ് അതിൻ്റെ പച്ചയ്ക്ക്. ഇത് പച്ചയാണ്, പഴുക്കുമ്പോൾ നന്നായിട്ട് നല്ല ചുമന്ന കളറ് വരും. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതിൻ്റെ തയ്യാണ്, ആർക്കും വേണ്ട. പക്ഷേ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ കിളികൾ കഴിക്കട്ടെ, അവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തെന്നാവുമല്ലോ. ഇതിൻ്റെ ഒരുപാട് തൈയുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കിട്ടുന്നതൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷം. അതിൽ നിന്ന് വന്ന് പറിക്കുമ്പോഴും കാണുമ്പോഴും കഴിച്ചില്ലെങ്കിൽ പോലും ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ. നിങ്ങൾ കാണാതിരിക്കല്ലേ. ഞാൻ ഇനിയും നല്ല വീഡിയോകളിടാം. ഞാൻ യൂട്യൂബിൽ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇപ്പം എനിക്കറിയാം എൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട്. അതുകൊണ്ട് കാണുന്നതിനൊക്കെ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങൾ ലൈക്ക് തരണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ് കേട്ടോ.